20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ വായിക്കുന്നത്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ധാരാളം അടയാളങ്ങൾ അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ധാരാളം മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നതിന്റെ കാരണം അതാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തു വരും. ക്രിസ്തു വരുമ്പോൾ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കും എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, യഹൂദന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് നിങ്ങൾ അറിയണം. പിന്നെ ആ ക്രിസ്തു എന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അതായത് സമൃദ്ധിയായ ജീവൻ. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ ജീവൻ, അതായത് നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ്, അതിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ പറയുന്നു. എന്നിട്ട് നമുക്കിപ്പോൾ വായിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം യേശു പിന്നെയും തിബേരിയാസ് കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതായത് യേശു കൂടെ നടന്ന ആളാണ്, 3 വർഷം അവർ ഒന്നിച്ച് നടന്നതാണ്. എന്നാൽ യേശുവിനെ യഹൂദന്മാരെ പിടിച്ച് ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ തീർന്നു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാണ് അവർ മനസ്സിലാക്കിയത്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ എന്ത് ചെയ്തു? അവിടുന്ന് അവനെ അടക്കിയിടത്ത് നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോ അവർക്ക് അവിടെയും ഇവിടെയും എല്ലാവരും മനസ്സിലാക്കിയില്ലല്ലോ, ഓരോരുത്തരായില്ലേ അറിയുന്നുള്ളൂ. അവരെ യേശുവിനെ കുറിച്ച് കേട്ടു, അറിഞ്ഞു. യേശു ഇപ്പൊ ജീവിച്ചിരിക്കുന്നു, പക്ഷെ കൂടുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷമാകും, ചില കാര്യങ്ങൾ പറയും, അപ്രത്യക്ഷമാകും. അങ്ങനെ അതിന്റെ ശേഷം യേശു പിന്നെയും തിബേരിയാസ് കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ വിധമായിരുന്നു പ്രത്യക്ഷനായത്: ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലെ കനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും. അപ്പോൾ ഏതാണ്ട് 7 ശിഷ്യന്മാര് ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ 12 ഒരാൾ പോയി മരിച്ചു, പോയിട്ട് 11 7 ശിഷ്യന്മാര്. അതായത് അപ്പം മജോറിറ്റിയാണ്, നല്ല മജോറിറ്റിയാണ്. 4 പേരേ ഉള്ളൂ അല്ലാത്തത്. അവര് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. പത്രോസിനെ യേശു വിളിച്ച് എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കേണ്ട ആ പത്രോസും കൂട്ടരും, ആ പത്രോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇനി പഴയ പോലെ ഇതുപോലെ നടന്നുകൊണ്ട് കാര്യമില്ല. കാരണം യേശു നമ്മുടെ കൂടെയില്ല. യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിനും ഉത്തരവുണ്ടായിരുന്നു. അവൻ കാര്യങ്ങൾ എത്ര മോശമായ രീതിയിലാണെങ്കിലും അവൻ കാര്യങ്ങള് ഏറ്റവും ശ്രേഷ്ഠമായി തീർക്കുമായിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ല, ഞാൻ മീൻ പിടിക്കാൻ പോവാ. എനിക്കറിയാവുന്ന ഒരു തൊഴിലേ ഉള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. കടലിലെ ഏത് ഭാഗത്ത് മീനുണ്ട്, മീനിന്റെ ഇളക്കം കണ്ടുകൊണ്ട് വല വീശാനും അത് പിടിച്ചു കയറ്റാനും പത്രോസിന് അറിയാം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ പണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ആ ജോലി ഉണ്ടല്ലോ, അത് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. കേട്ടോ അജയ് ബ്രദറെ, അത് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അതെടുത്താല് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടതൊക്കെ കിട്ടും. ഞാൻ പോവുക. ഈ പരിപാടിക്ക്, ഈ മനുഷ്യനെ പിടിക്കാനുള്ള പരിപാടിക്ക് ഞാൻ ഇനിയില്ല എന്ന്
ഈ 7 ശിഷ്യന്മാരെ ഒന്നിച്ചിരിക്കുമ്പോഴാണ് അവൻ പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞപ്പോൾ അവിടെ ലീഡേഴ്സ്, അവരുടെ ലീഡറാ. അവൻ പറഞ്ഞപ്പോ മറ്റൊരു എന്ത് പറഞ്ഞു? ഞങ്ങളും വരുന്നു, ഞങ്ങൾക്ക് ഈ മീൻ പിടിക്കാനും മാത്രമേ അറിയാവുള്ളൂ, ജീവിക്കണമല്ലോ, ഞങ്ങളും വരുന്നു. അവർ അങ്ങനെ അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. പക്ഷെ സംഭവിച്ചെന്താണ്? ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നല്ല അറിവുള്ളതാ പത്രോസിന്. മീൻ എവിടെയുണ്ട്, അവിടെ പോകണമെന്നും അവിടെ പോയി വലയെറിയണമെന്നും പത്രോസിന് നന്നായിട്ടറിയാം. പക്ഷേ ആ രാത്രി മുഴുവൻ 12 മണിക്കൂർ വലവീശി ക്ഷീണിച്ചു. ഒന്നും അവർക്ക് പിടിക്കാൻ പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു അവരെ അങ്ങ് വിട്ടോ? ഇവിടെ അവർ ക്ഷീണിച്ച് കയറി വരുമെന്ന് യേശുവിന് അറിയാം. അതുകൊണ്ട് യേശു ആ കരയിൽ നിന്നിരുന്നു. എന്നാൽ യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നിൽക്കുന്നത് ആരാണെന്ന് നല്ല പ്രകാശമില്ല. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. പകുതി ഇരുട്ടാ. അതുകൊണ്ട് ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാകത്തില്ല. പിന്നെ രണ്ടാമൊരു കാര്യം കൂടെ ഉണ്ട്. യേശുവിനെ ആണെങ്കിൽ ക്രൂശിച്ചിട്ട് കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അവിടെ യേശു വരാനൊരു കാര്യമില്ല. ഒരാൾ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഈ മീൻ പിടിച്ച് കയറി വരുമ്പം ഇവിടെ ചൂളത്തെരുവില് ഒരു വെളുപ്പിനെ കായലില് വള്ളത്തെ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവര് മീൻ പിടിച്ച് രാവിലെ അങ്ങോട്ട് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് വള്ളം അടുപ്പിക്കും കരയ്ക്ക്. കാരണം അന്നേരം ആൾക്കാർ വരും, അവർക്ക് വിറ്റിട്ട് വീട്ടിൽ പോകണം. മറ്റേ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. അങ്ങനെ അവർ വന്നപ്പോ അവരോട് കർത്താവ് ചോദിച്ചു, കൂട്ടാൻ മീൻ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് മീൻ വേണം എന്നാ കർത്താവ് പറഞ്ഞേ. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവര് നാണം കെട്ട് പറഞ്ഞു, ഇല്ല. ഒരു നല്ലപോലെ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് കയറി വന്ന ഉടനെ ഇല്ലാന്ന് പറയാൻ മഹാനാണക്കേടാ. അവരില്ല എന്ന് പറഞ്ഞു. അവർ ഉത്തരം പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവിൻ. നിങ്ങൾ നിൽക്കുന്ന പടകിന്റെ നേരെ അങ്ങോ ദൂരെയോട്ട് പോകണ്ട, നേരെ വലത്തു ഭാഗത്ത് നിങ്ങളൊന്ന് വീശുവിൻ എന്ന് യേശു പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. കർത്താവ് പറഞ്ഞു, അതവര് വീശി. ഇവിടെ മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വല വലിപ്പാൻ കഴിഞ്ഞില്ല. അത്രമാത്രം മീൻ ആ വലയ്ക്കകത്തുണ്ടായിരുന്നു. ഇവിടെ നിന്നും വന്നു. ഇതാണ് അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസപ്പെട്ടു വരും. ഒരു കാര്യത്തില് എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് ഉറക്കം വന്നിരിക്കാതെ ഞാൻ ഉറങ്ങത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നാല് മനസ്സിലായോ? പക്ഷെ ഇല്ല, ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞൊന്നിരുന്നേ, യേശുവിന്റെ നാമത്തില് ഓരോറക്കവും കാണത്തില്ല. അന്നൊന്ന് ഉണർന്നിരുന്നേ, ഉണർവുള്ളവനായിട്ടിരുന്നേ നോക്കട്ടെ. അപ്പോഴാണ് യേശുവിന് അത് കഴിയും. കർത്താവേ, ഞാൻ ഇഷ്ടം പോലെ ജോലി ചെയ്തു, ഞാൻ സവനെ മോശമാക്കുകയല്ല, ഇഷ്ടം പോലെ ജോലി ചെയ്ത് വെച്ചാൽ വരുന്നേ, നമ്മളായപ്പോലും ഉറങ്ങിപ്പോവും. പക്ഷേ കർത്താവ് പറയുന്നു, ഉണർവുള്ളവനായിട്ടിരിക്കുക. എങ്ങനെ? ഉണർവുള്ളവരായിട്ട് നമുക്കൊന്ന് ഉണർവുള്ളവരായിട്ടിരിക്കാം.
ഏ ശരി 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 കഴിഞ്ഞില്ല. അപ്പൊ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അപ്പം അവൻ ഈ കടലിൽ പോകുമ്പം വസ്ത്രവും ഒക്കെ ആയിട്ട് പോകാനൊക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ കർത്താവ് നിൽക്കുന്നു, കർത്താവിനെ നഗ്നത കാണിക്കാനൊക്കത്തില്ല. അങ്കി അരയിൽ ചുറ്റി അവൻ ചാടി. ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികമല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. ആ കർത്താവ് ഏത് കാര്യത്തിനും മതിയായവനാണ്. നമുക്ക് ഏത് കാര്യത്തിനും കർത്താവ് മതിയായവനാണ്. ഈ കർത്താവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് മീൻ പിടിക്കാൻ നന്നായിട്ട് അറിയാം, മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാൻ അറിയാം എന്നും പറഞ്ഞു പോകുമായിരുന്നു. അതിനകത്തൊരു ഹുങ്കുണ്ട്. ഏതാ? ഇതുവരെ ആളെ പിടിക്കാനായിട്ട് പോയതാ, ആൾക്കാരെ പിടിക്കാനായിട്ട് പോയതാ, മനുഷ്യരെ പിടിക്കാനായിട്ട് പോയതാ. ഇപ്പൊ ഉപേക്ഷിച്ചു, ആ ജോലി ഉപേക്ഷിച്ചു. കാരണം ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയാം, മീൻ പിടിച്ച ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിനും ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിനും ഒക്കെ കിട്ടും, അത് മതി എന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവിടെ കർത്താവ് ഇല്ലാതെ പോയാൽ എന്തോ കിട്ടും? എന്തോ കിട്ടും? ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവുമായിട്ട് വേണം പോകാൻ. ഏത് കാര്യത്തിനും നമ്മൾ കർത്താവുമായിട്ട് നമ്മൾ പോയാൽ കർത്താവ് ഉണ്ട് എങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനവും സ്വസ്ഥതയായിരിക്കും. ഈ കർത്താവുമായിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ കർത്താവ് നമുക്ക് എല്ലാ കാര്യത്തിനും മതിയായവനാണ്. ഏത്? നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യത്തിനും ഏറ്റവും പ്രയാസമെന്ന് വിചാരിക്കുന്ന കാര്യത്തിനും, അപ്പോൾ പിന്നെ അതിനിടയിൽ വരുന്ന എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലയോ? എല്ലാ കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും നിസ്സാരം, ഏറ്റവും പ്രയാസം, ഇതിനിടയ്ക്കുള്ള അതാണ് ബാക്കി എല്ലാ കാര്യവും. എല്ലാ കാര്യത്തിനും നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കർത്താവുമായിട്ട് നമുക്ക് പോകണം. ഈ കർത്താവില്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. ഈ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കണം. കർത്താവ് ഉണ്ടെങ്കിൽ മതി, എല്ലാം മതിയാകും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ കർത്താവുമായിട്ട് പോവുക. അയ്യോ ഇനി ഞാൻ ഒന്നും ആയിട്ടില്ലല്ലോ, എനിക്ക് കർത്താവിനെ തീരെ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കണ്ട. നമുക്ക് കർത്താവിനെ അറിയത്തില്ല, പക്ഷേ കർത്താവിന് നമ്മളെ അറിയാം. കർത്താവിന് നമ്മളെ അറിയാം, നമ്മുടെ ആവശ്യങ്ങൾ അറിയാം, അത് ചെയ്തു തരാൻ അവന് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, അതിന് ചെയ്തു തരാൻ കഴിയുന്ന കർത്താവിനെ നമുക്ക് പിൻപറ്റാം. ഈ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ വയ്ക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പം പറഞ്ഞത് ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ കാര്യം മുതൽ ഏറ്റവും പ്രയാസം ഏറിയ കാര്യത്തിനും അതിനുള്ളിലുള്ള സകല എല്ലാ ഫുൾ സെറ്റ് ഓഫ് കാര്യങ്ങൾക്കും കർത്താവ് മതിയായവനാണ്. ബ്രദർ പറഞ്ഞ് എൻ്റെ ചെയ്ത് ഈ കർത്താവിനെ നമുക്ക് വിശ്വാസത്തോടെ പിൻപറ്റാം. അവൻ നമുക്ക് മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. കേട്ട വചനങ്ങൾക്കായി നന്ദി പറയുന്ന ദൈവത്തോട്. ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതായിരുന്നു. യോഹന്നാന്
ദൈവത്തോടുള്ള സ്നേഹം അത് ആ, ആ വലിയ ഒരു മീൻകൂട്ടമായിരുന്നു കിട്ടിയത്. ദൈവം സഹായിച്ചാണ് കിട്ടിയത്. വലിയൊരു മീൻകൂട്ടമാണ് കിട്ടിയത്. പക്ഷെ അവിടെ അവന്റെ കണ്ണുകള് മീനിലല്ലായിരുന്നു. അവന്റെ ചിന്തകള് അതിന്റെ പ്രോഫിറ്റോ അതിന്റെ ടൈപ്സ് ഓഫ് മീനോ ഒന്നും അല്ലായിരുന്നു. അവൻ ഏറ്റവും ആദ്യം നോക്കിയത് യേശുവിനെ കണ്ടു. അവന് മാത്രമേ യേശുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആം, അതൊരു യേശുവിനോടുള്ള സ്നേഹം, അവനെ സ്നേഹിച്ച് എന്തുമാത്രം ആണെന്ന് അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ദാറ്റ് യേശുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയത്. ഇത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ നോക്കി ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞ് ദൈവമെല്ലാം സഹായിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വലിയ ആ, ഉടനെയൊന്നും ആ, എന്താ ദൈവത്തോട് നന്ദിയൊക്കെ പറയും. പക്ഷെ ശരിക്കും നോക്കിയ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ദൈവത്തിൽ നിന്ന് പിന്നെയും ചെറുതായിട്ട് അകന്നു പോകും. ബിക്കോസ് ആ ഒരു ദൈവം തന്ന ബ്ലെസ്സിങ്സോ അങ്ങനെ ചില കാര്യത്തിൽ വിൽ ബി ടേക്കൺ അപ്പ്. പക്ഷെ ഇവിടെ ആം, ജോണിന് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കാരണം അവൻ എല്ലാത്തിലും യേശുവിനെ കാണാൻ പറ്റിയത്. ആഹ് ആ ഒരു കാര്യം അവൻ യേശുവിനെ കണ്ടതുകൊണ്ടാണ് പീറ്ററിനും എടുത്ത് ചാടാൻ പറ്റിയത്. പീറ്ററിനും അത്രയും സമയം കിട്ടിയത് യേശുവിൻ്റെ കൂടെ ടു എന്താ റിക്കൺസൈൽ, അല്ലെങ്കിൽ അത്രയും ഫെലോഷിപ്പ് ചെയ്യാൻ പറ്റിയതും. ആഹ് ആ- അത് അതാണ് എനിക്ക് കിട്ടിയൊരു കാര്യം. പീറ്ററും പീറ്ററും അവൻ ഒത്തിരി ഞാൻ അതുപോലെ ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. പീറ്റർ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുള്ളായിരിക്കും. പക്ഷെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രാവശ്യങ്ങൾ ഞാൻ ബാക്ക് സ്ലൈഡ് ചെയ്ത് ദൈവത്തിന് അകന്നു പോയി. ദൈവം വേണ്ട, ഞാൻ പഴയ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇനി ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പീറ്ററിനെ പോലെ തിരിച്ചു വരാനും പീറ്ററിന് ദൈവത്തോടുള്ള സ്നേഹം മാത്രമേ ഉള്ളായിരുന്നു അവന്റെ ചിന്തയില്. അത് കാരണം അവൻ അപ്പോ യേശുവിനെ കണ്ടപ്പോ വേറെ ഒന്നും ചിന്തിച്ചില്ല. അവൻ ജസ്റ്റ് ഡ്രസ് ഇട്ട് ചാടി വെള്ളത്തിനകത്തോട്ട്. ആ ഒരു ആം, ആ ഒരു സ്നേഹം എനിക്ക് ശരിക്കും ചിലപ്പോഴൊക്കെ വരും, പക്ഷെ ചിലപ്പോഴൊക്കെ പോവും. അതല്ല, പക്ഷെ എപ്പോഴും എപ്പോഴും ആ സ്നേഹത്തിൽ നിറഞ്ഞിരിക്കാൻ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു. അമ്മേ. ആ കാര്യം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വരുവായിരുന്നു. നമ്മളെ കൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രമിച്ച് പരാജയപ്പെട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെ ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകുമ്പം പെട്ടെന്ന് നമ്മൾ അന്വേഷിച്ച നമുക്ക് അതുവരെ അസാധ്യമായിരുന്നു. നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഒരു വലിയ അനുഗ്രഹമായിട്ട് വരുമ്പോൾ അത് കർത്താവാണ് എന്ന് മനസ്സിലാക്കുന്നത്, നമ്മുടെ ആ ബാക്ക് സ്ലൈഡിങ്ങിന്റെ പുറത്ത് ദൈവം നമ്മളെ അന്വേഷിച്ച് വരുന്ന അതൊരു പ്രഷ്യസ്, എന്നെ സംബന്ധിച്ച് അതൊരു ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അവിടെ ഇപ്പം മോൻ പറഞ്ഞ പോലെ അത് യേശുവാണ്, അത് കർത്താവാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അത് ഏറ്റവും എൻ്റെ ലൈഫ് ഞാൻ പല സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുള്ളത് അത്. ബിക്കോസ് എൻ്റെ പരിശ്രമം കൊണ്ട് ഒരിക്കലും എനിക്കറിയാം അവിടെ എത്തത്തില്ലായിരുന്നു. ഈ ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ, ഈ ഒരു മടങ്ങി വരവിന്റെ പിന്നിൽ, ഈ നിലയിൽ ഒരു മടങ്ങി വരവിന്റെ പിന്നിൽ, ഈ നിലയിൽ ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ ദർ ഇസ് നോ വൺ കർത്താവ് അല്ലാതെ വേറെ ആരും തന്നെ ഇല്ലെന്ന് നമ്മൾ കണ്ടെത്തുമ്പം കർത്താവെ നമുക്ക് അവിടെ അത് കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വാക്കുകളുടെ അപ്പുറത്ത് നമ്മുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ അതുവഴി പറയുന്നത്. കർത്താവെ നീ എന്നെ തേടി വന്നു, ഞാൻ ബാക്ക് സ്ലൈഡിങ്ങിലായിരുന്നു, എന്നെ തേടി വന്ന ആ സ്നേഹത്തിന്റെ മുന്നിൽ അന്ന് ഈ പത്രോസ് ആദ്യമായിട്ട് യേശുവിനെ കാണുന്ന സമയത്ത് കർത്താവെ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് പത്രോസ് പറയുന്ന അതുപോലെ തന്നെ ഇപ്പം ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനേകം അനുഗ്രഹങ്ങളുടെ പുറകിൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കണ്ടെത്തുന്നെങ്കിൽ നമ്മളെ അപ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നത് അവര് ഇങ്ങനെ യേശു അവർക്ക് മാനിഫെസ്റ്റ് ചെയ്തു. യേശു ഇങ്ങനെ വീണ്ടും അവർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പം അവരെ അതിനുശേഷം യേശു പിന്നെയും
ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പം ആ പ്രത്യക്ഷത അത് വളരെ ഏറ്റവും 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 ഓരോ വ്യക്തിപരമായിട്ട് ഏറ്റവും അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാര്യം എവിടെയാണ് ദൈവം എന്നെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പല പല പറഞ്ഞ പോലെ പല പിന്മാറ്റങ്ങളുടെയും പല അധ്വാനങ്ങളുടെ ഒടുവിൽ ഒരു അനുഗ്രഹമായിട്ട് വരുമ്പം ഗോഡ് ഹിൻസ് മേഴ്സി, ദൈവത്തിന്റെ കരുണയിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നീയല്ല, ഇത് കർത്താവ് തന്നെയാണ് എന്ന് പറയാൻ ദൈവം പലപ്പോഴും നമ്മളെ സഹായിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യം, ഒരു അനുഗ്രഹം എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. ഞാൻ ഈ 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചപ്പം ഈ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ആ ഒരു വാക്യം, അതും ദ പ്രോമിസ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ശരിക്കും നമ്മൾ മുമ്പ് വായിച്ച പോലെ യേശുവിൽ നമുക്കുള്ളത്, യേശുവിലേക്ക് നമ്മൾ ഈ നമ്മൾ 20-31 വായിച്ചപ്പം ദൈവപുത്രനായ യേശു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. ഞാൻ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് പുറമേ ഒരു ജീവനുള്ള പോലെ അകമേ നമുക്കൊരു ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അത് നമ്മൾ ആ വാക്യം വായിച്ച പോലെ യേശുവിൽ നമുക്ക് ഈ ഒരു പ്രോമിസ് ഉണ്ട്, ദ പ്രോമിസ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ യേശുവിൽ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ, ആ കൊമ്പിന് മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ ആ ദൈവിക ജീവൻ നമ്മളെ വ്യാപരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, ജേക്കബ് പറഞ്ഞ പോലെ, കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത അനേകം സാഹചര്യങ്ങളിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവം നമ്മളോട് പറയുന്നത്, നീ എന്നോട് ചേർന്ന് നിൽക്കുക. ബിക്കോസ് നമ്മളെ പറഞ്ഞ പോലെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറയുമ്പം ബാക്കി എല്ലാവരും ഉപേക്ഷിച്ചു പോകും. നോവൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വരുന്ന സമയത്ത് സംശയത്തിന്റെയും പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും തെറ്റിദ്ധാരണകളുടെയും ഒക്കെ സമയത്ത്, കാര്യം മനുഷ്യരാണ്, നമുക്ക് എന്തെല്ലാം തെറ്റിദ്ധാരണകളുണ്ട്, സംശയങ്ങളുള്ള പോലെ നമ്മുടെ പാർട്ട്ണറിന് വരെയും പല കാര്യങ്ങളെ പറ്റി, നമ്മൾ പറയുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തത വരത്തില്ല. ബട്ട് അവിടെയെല്ലാം നമ്മളെ സഹായിക്കാനായിട്ടും നമ്മുടെ കൂടെ നിൽക്കാനായിട്ടും ചാര വരാനായിട്ടും നമ്മൾ ബാക്ക് സ്ലൈഡ് ആയി പോയിടത്ത് നമ്മളെ അന്വേഷിച്ച് വരാനായിട്ടും കർത്താവ് എപ്പോഴും നമ്മുടെ കൂടത്തെ ഉണ്ട്. നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആളായിട്ട് തുടർന്ന് കർത്താവിനെ കാണാനായിട്ട് ദൈവം നമ്മളെ ഏതൊരു സഹായിക്കട്ടെ. ദൈവങ്ങൾ വെച്ച് നന്ദി പറയും. ഞാനിങ്ങനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ കണക്ട് ചെയ്യുന്ന തന്നെ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഞാൻ ഈ മാത്സ് പഠിക്കാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കോച്ചിങ്ങിന് പെട്ടെന്ന് മാത്സ് ടോപ്പിക്ക് പഠിപ്പിച്ചപ്പം ആ സാറ് പറഞ്ഞു അത് ഇച്ചിരി പാടായിരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കി, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് സംഭവമാണല്ലോ. അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിച്ച് അറ്റ് ദി വെരി മൊമെന്റ് എന്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇഫ് ഗോഡ് ദൈവം വിചാരിക്കുക നീ മനസ്സിലാവണ്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അത്രേ ഉള്ളല്ലോ. പിന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞപ്പോ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിനെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചർച്ചിൽ പറയുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ ദൈവമായിട്ട് ഇത്. അപ്പം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കുമോ ദൈവം കൊണ്ടുവന്നയാ നടക്കട്ടെ. അപ്പൊ ബട്ട് ദെൻ ഈ സക്സസ് വരുമ്പം പലപ്പോഴും ഞാൻ ഇങ്ങനെ ഒത്തിരി സെൽഫ് സെന്റേർഡ് ആയിട്ട് ഞാൻ കാരണം ബോർഡ്സിന് റിസൾട്ട് ഒക്കെ വന്നപ്പോഴും ഫസ്റ്റ് റിസൾട്ട് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ അപ്പം, പക്ഷെ അങ്ങനെയല്ല. എവറി ടൈം ഞാൻ ആദ്യം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ബട്ട് നൗ എവറി ടൈം ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു ഇഫ് ഗോഡ് ഹാഡ് നോട്ട്, ദൈവമായിട്ട് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതായത് ഇപ്പം സക്സസ് ആയാലും ഡിസ്ട്രക്ഷൻ ആയാലും എന്തായാലും. അപ്പം അത് ഞാൻ അതന്നെ ഒത്തിരി ഇങ്ങനെ നമ്മുടെ ആ മനസ്സിൽ നിന്ന് തന്നെ വാട്ട് എവർ സക്സസ് വി ഹാവ് അതെല്ലാം ദൈവമായിട്ട് കൊണ്ടുവരുന്നതാണെന്നും ദൈവത്തിന്റെ പാത്തിലോട്ട് നമ്മള് കൂടുതൽ ആവാനാണെന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിനെ ഒന്നുകൂടെ വരച്ചു കിട്ടിയിരിക്കയാൽ ഞാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു.
ഇവിടെ 20-31 വാക്യം ബ്രദർ വായിച്ചല്ലോ. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ യോഹന്നാൻ 3:36 ഒരു വാക്യം, അത് എപ്പോൾ വായിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ വളരെ വളരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ വളരെ അധികം സ്ട്രെസ് ചെയ്യുന്നൊരു വാക്യമാണ് അവിടെ. ഇതിന്റെ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് കേൾക്കുമ്പം നമുക്ക് സന്തോഷമാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്തത്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ഇപ്പൊ കേവലം വിശ്വാസം കൊണ്ട് ജീവൻ ലഭിക്കുമെന്ന് വിചാരിച്ചാൽ അത് അനുസരിക്കാത്തവൻ നിത്യജീവനെ കാണുകയില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനുസരണവും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് പറയുന്നത്. അനുസരിക്കാതെയുള്ള വിശ്വാസം ദൈവത്തിന് മുമ്പാകെ ഒരു വിലയും ഉള്ളതല്ല. അതുകൊണ്ട് കർത്താവെ, ആ ഒരു കാര്യത്തിലേക്ക് കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുമ്പോഴാണ് ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ദൈവം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത അതിനേക്കാൾ കഷ്ടമാണ്. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പം പുത്രനിൽ വിശ്വസിച്ച് അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ ജീവനെ കാണുകയില്ലെന്ന് മാത്രമല്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുകയേ ഉള്ളൂ. ഓ കർത്താവെ, ഒരു ഇല്യൂഷനിലായി പോകാൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൽ യേശുവിൽ, ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുകയും അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അനുസരിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകാൻ, എപ്പോഴെങ്കിലും അനുസരിക്കാൻ പറ്റാതെ പോയാൽ അവിടെ ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ, അവിടെ ആ ഹൃദയത്തിന്റെ അവസ്ഥ കാണുന്ന ദൈവം ഇവരുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്, എന്നെ തീർത്തും അനുസരിക്കാതിരിക്കാനുള്ള നിഷേധമാണോ, അതോ അവൾക്ക് പറ്റാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ദൈവം കരുണ കാണിക്കും. ദൈവത്തിന്റെ ക്രോധം എൻ്റെ മേൽ വരത്തില്ല. മാനസാന്തരപ്പെട്ട് കർത്താവെ, അവിടുത്തെ കൽപ്പന അനുസരിക്കാനുള്ള കഴിവില്ലായ്മ അവിടുത്തെ മുമ്പിൽ സമ്മതിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിച്ച് നിരന്തരം ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇന്ന് കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവ് പത്രോസ് തള്ളി പറഞ്ഞു, അത് കഴിഞ്ഞ് അവനെ വീണ്ടും ബലപ്പെടുത്തി. അതിനുശേഷവും കർത്താവ് ഇവരുടെ പുറകെ നടക്കുക. ഞാൻ ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ കർത്താവിനറിയാം, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് വരെ ഇവർക്കൊരു ഉത്സാഹം ആവശ്യമുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് അറിയുന്ന കർത്താവ് അവരുടെ പിന്നാലെ നടന്ന് അവർ മീൻ പിടിക്കാൻ പോകുന്നെന്നും പറഞ്ഞു പോയിട്ടും, ഓ ഹല്ലേലൂയ, കർത്താവ് അവരുടെ പുറകെ ചെന്ന് എന്നിട്ട് മിണ്ടാതെ നിൽക്കുക കർത്താവ് അന്നേരം ഒന്നും ചെയ്യുന്നില്ല. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, അങ്ങനെ മിണ്ടാതിരുന്ന കർത്താവ് അതിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനം ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഇപ്പൊ അത്ര ആയപ്പോഴത്തേന് പുലർച്ചെ ആയപ്പോൾ, ഇതിനു മുമ്പ് മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, കർത്താവ് ഇവരെ പറഞ്ഞയച്ചിട്ട് കർത്താവ് കരയിൽ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ കാറ്റ് പ്രതികൂലമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് പോവുക. ഇവര് തണ്ടു വലിച്ച് വലയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് കണ്ടു. അവിടെ കർത്താവിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പുറകെ ചെന്ന് കടലിന്മീതെ നടന്ന് പടകിൽ കയറി കാറ്റിനെ ശാന്തത വരുത്തി. പത്രോസും നടക്കാൻ ശ്രമിച്ചു, പക്ഷെ മുങ്ങിപ്പോയി. അവിടെ നിന്നും കർത്താവ് വലിച്ചു കയറ്റി. കർത്താവെ, ഈ കർത്താവിനെ ഓരോ ശ്വാസത്തിലും അനുഭവിച്ചറിയാൻ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കലും പതറിപ്പോകാതെ, കാരണം എന്നെ കർത്താവ് വിടത്തില്ല. കർത്താവ് എന്നെ ഉപേക്ഷിച്ച് കളയല്ല ഒരിക്കലും, ഒരു കാരണവശാലും. എക്കാലത്തിലും ക്രിസ്തു മാറിയില്ല, എക്കാരണത്താലും എന്നെ കൈവിടില്ലെന്നൊരു പാട്ട് നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കാരണത്താൽ ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് കർത്താവിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയും. പിശാച് അതിനെതിരായിട്ടാണ് ആ സാഹചര്യങ്ങളിലൊക്കെ പറയുന്നതെങ്കിലും ഈ കർത്താവിലുള്ള വിശ്വാസം വർദ്ധിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞ് ഇരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞ് വല വീശാൻ പറയുന്നു. ഇപ്പോൾ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം യോഹന്നാൻ പറയുന്നുണ്ട് അത് കർത്താവാകുന്നു എന്ന്. വാസ്തവത്തിൽ ആ മീനൊന്നും കിട്ടാതിരുന്ന സമയത്ത് ഇത് കർത്താവാണ് ഈ കാര്യം ചെയ്യുന്നതെന്നൊന്ന് അവർക്കറിയാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, വലയിലൊന്നും കയറാതിരിക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും നടക്കാതിരിക്കുമ്പോഴും ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ, ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ വരുമ്പോഴും ഇത് കർത്താവാകുന്നു എന്ന് പറയുവാൻ, ഹല്ലേലൂയ, ആ മുഖത്തേക്ക് നോക്കുവാൻ, അവിടെ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ
അതെ, കനലിൽ ചുട്ട അടയുമായി കാത്തിരിക്കുന്ന കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകണമേ എപ്പോഴും എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പത്രോസിനോട് യേശു സ്നേഹിച്ച ശിഷ്യൻ അത് കർത്താവാകുന്നു, പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിനും ധൈര്യമായി. അതുകൊണ്ടാണ് ഒരുവനേക്കാൾ ഇരുവർ നല്ലതെന്ന് പറയുന്നത്. യോഹന്നാൻ അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രോസും അത് അറിയത്തില്ലായിരുന്നു. ഏതായാലും ഇവർ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ കൃത്യസമയത്ത്, എല്ലാം തക്ക സമയത്ത് മനോഹരമായി ചെയ്യുന്ന കർത്താവെന്ന് പറയുന്നത്. ഈ കർത്താവിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇത് പറയുമ്പം മുമ്പേ സന്ദീപ് ബ്രദർ പറഞ്ഞല്ലോ, എല്ലാം എനിക്കറിയാവുന്ന കാര്യമൊക്കെ ചെയ്യാൻ എനിക്ക് നല്ല ഉത്സാഹമാണ്. പക്ഷെ ഇച്ചിരി പ്രയാസം വരുമ്പോഴാണ് അത് ദൈവത്തിൽ ആശ്രയിക്കാതെ പോയി കഴിയുമ്പം അവിടെ നഷ്ടം ഉണ്ടാകുമ്പോഴാണ് അന്നേരം ഓർക്കുന്നത്. അന്നേരം പോലും അവർ ഓർത്തില്ല കർത്താവിനെ. അത് പറഞ്ഞപ്പോൾ ഞാൻ എരിഹോ മതിൽ തകർത്തപ്പം അവർ ദൈവത്തിൽ ആശ്രയിച്ച കർത്താവ് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. എരിഹോ മതിലിടിഞ്ഞു വീണു. പക്ഷെ ഹായുടെ മുൻപിൽ നമ്മൾ ഇത്രയും പേരൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് പേര് മതിയെന്ന് പറഞ്ഞു പോയി. ഹായുടെ മുൻപിൽ അവർ തോറ്റുപോയി. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ചെറുതും ചോദിച്ചാൽ പറഞ്ഞ പോലെ ചെറുതും വലുതുമായ എല്ലാ സാഹചര്യങ്ങളിലും ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും കർത്താവില്ലാതെ ഒരു കാര്യത്തിനും വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പം ഞാൻ പറയാറുണ്ട്, കർത്താവ് വലിയവനാ, കർത്താവ് വിശ്വസ്തനാ. പക്ഷെ മീൻ കിട്ടാതെ വരുന്ന സമയത്തും ഇത് കർത്താവിൻ്റെ കരമാണ്. കർത്താവ് എല്ലാത്തിനും മതിയായവനാണെന്ന് ഏറ്റു പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 103 സങ്കീർത്തനത്തിലെ ഒരു 2-3 വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കുന്നു. കാരണം ഇന്ന് യേശുവിനെ കണ്ടപ്പം വാസ്തവത്തിൽ ആ ദൈവത്തിൻ്റെ ആ സ്വഭാവമാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഞാനത് കൂടെ ഏറ്റു പറയാറുള്ളൊരു വാക്യവുമാണ്, പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമാണ്. 103 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 9 വായിക്കാം. 8. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാധേയമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫലസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പത്രോസ് പിന്മാറിപ്പോയപ്പോഴും കർത്താവിൻ്റെ ഈ സ്നേഹമാണ് പിന്നാലെ ചെല്ലാൻ ഓർത്ത്. അവൻ വെറും പൊടിയാണ്, അതുകൊണ്ട് അവനെ അങ്ങനെ വിട്ടാലൊക്കത്തില്ല. എൻ്റെ ജീവിതത്തിലും ഞാൻ പലപ്പോഴും അത് കാണുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് കർത്താവ് അങ്ങനെ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഞാൻ വെറും പൊടിയാണെന്ന് എൻ്റെ പ്രകൃതി അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവെ, ഈ കർത്താവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങും പോകാനായിട്ട് എനിക്കിടയാകല്ലേ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവിടെ വലിയവനായ ദൈവത്തെ കണ്ട് അബലമുള്ള കരത്തിൻ്റെ കയ്യിൽ താണിരുന്ന് കർത്താവെ സന്തോഷിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആമേൻ. എനിക്ക് ദൈവം എനിക്ക് കുറച്ച് വാക്യങ്ങൾ കാണിച്ച് എന്നെ പിന്നെയും അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി കുറേ കാര്യങ്ങൾ എന്നിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ആഴ്ച മുമ്പ് ഞാൻ പതുക്കെ ബാക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയും ദൈവം ഓരോരോ വാക്യങ്ങൾ ഇങ്ങനെ കാണിച്ച് നീ ഇപ്പോൾ ശ്രദ്ധിക്കണം, നീ അങ്ങോട്ട് വീഴാൻ പോവാണെന്ന് കാണിച്ച് എൻ്റെ ഹൃദയം എത്ര അകന്നിരിക്കുന്നുണ്ടെന്ന് ദൈവം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം ഇത് വായിച്ചു പത്രോസും യേശുവിനെ ബിട്രേ ചെയ്ത് കഴിഞ്ഞിട്ടും അവൻ്റെ സ്വന്തം ബലത്തിൽ മീൻ പിടിക്കാൻ പോന്നു. എല്ലാം ഒരുമാതിരി ഹോപ്പ് പോയ അവസ്ഥയിൽ പിന്നെ അവൻ്റെ തന്നെ ജോലി പിന്നെയും അവൻ്റെ ജോലിക്ക് പോകുന്ന ഒരു പാർട്ടാണ്. പക്ഷെ എനിക്കത് സെയിം ആയിട്ട് എനിക്ക് തോന്നി വെച്ചാൽ
ഞാനും എവിടെയെങ്കിലും ബാക്ക് സ്ലൈഡ് ആകുമ്പോൾ ഞാൻ എൻ്റെ എന്നാൽ ഞാൻ ഇട്ടേച്ച് ആ വിശ്വാസം ഇട്ടേച്ച് ഞാൻ തന്നെ എന്തെങ്കിലും എൻ്റെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. പക്ഷെ അതിലും ദൈവം എന്താ പറയാ, ഞാൻ അവിടെയും വീണു പോവും. പിന്നെയും ഒരുമാതിരി ഡിപ്രസ്ഡും ഭയങ്കര ഡിസ്കറേജ്ഡ് ആയിട്ട് ഇരിക്കും. പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് പോകാനുള്ള മടിയുണ്ടാവും. പിന്നെ എന്താ, എനിക്കാണെങ്കിൽ അത്ര ക്ലോസ് ആവത്തില്ല. പക്ഷെ ഇവിടെ പത്രോസ് ബാക്ക് സ്ലൈഡ് ചെയ്തിട്ടും യോഹന്നാൻ അവനെ ഓർമ്മിപ്പിച്ചത് യേശു ആണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ടും പത്രോസ് ഒന്നും മൈൻഡാക്കാണ്ട് അവൻ ആ സ്നേഹം ഉണ്ടായോണ്ട് അവൻ ചാടി അവൻ യേശുവിൻ്റെ അടുത്ത് പോയി. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാക്സിമം എങ്ങനെയോ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പം യേശു എപ്പോഴും എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരുമാതിരി പിന്നെയും പതുക്കെ ബാക്ക് സൈഡായി പോകുന്നു. എനിക്ക് യേശു എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഒന്ന് യേശുവിനെ കാണിച്ചത് ഹീ സ്റ്റിൽ എന്താ എനിക്ക് വേണ്ടി ഇപ്പോഴും ഹീസ് പേഷ്യൻറ്റ് വിത്ത് മീ ഇൻ ലവ്. അതായത് എനിക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ, ഞാൻ എത്ര റോക്ക് ബോട്ടമായിട്ട് റീച്ച് ചെയ്താലും ഹീസ് റെഡി ടു ലിഫ്റ്റ് മീ അപ്പ്. പിന്നെ അടുത്ത കാര്യം എനിക്ക് ദൈവം കാണിച്ചത് ലൂക്കോസിൽ പത്രോസ് ഹി വാസ് എന്താ അവനൊരു സ്റ്റേജിലെത്തി, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലെത്തിയപ്പം അവൻ യേശു പറഞ്ഞു ഒരു നെറ്റ് കാസ്റ്റ് ചെയ്യാൻ. അപ്പം അവന് ശക്തിയിലല്ല ചെയ്തത്, അന്നേരം ദൈവം യേശു ആണ് അവിടെ ഒരു മിറാക്കിൾ ചെയ്തത് ആക്ച്വലി. എനിക്കങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഞാനിപ്പോഴും കുറേ പാപത്തിൽ ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രഗിൾ ചെയ്ത് എനിക്കറിയാം എൻ്റെ കഴിവും കൊണ്ട് ഒന്നും, അല്ലെങ്കിൽ എൻ്റെ ശക്തിയും കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ശക്തിയിൽ തന്നെ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈവൻ ദോ എനിക്കത് അറിയാം, എൻ്റെ മനസ്സിൽ എനിക്കറിയാം ദൈവത്തിന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഞാനിപ്പോഴും എൻ്റെ സെൽഫിൽ തന്നെ ഞാൻ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ഇപ്പോഴും ഓരോ പാപം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് റിയലി ആ ഡീപ്പ് ഡൗൺ ഇൻസൈഡ് എനിക്ക് പറ്റില്ല ദൈവമേ, നീ തന്നെ നീ സഹായിക്കണം, എനിക്ക് എൻ്റെ ശക്തിയും കൊണ്ട് എനിക്ക് ഈ ഒരു പാപം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ അക്നോളജ്മെന്റ് എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് എനിക്കത് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചത്. പിന്നെ എത്ര വീണാലും അവൻ്റെ അടുത്ത് പോകാൻ ഉള്ള ഫ്രീഡം യേശു കാണിക്കുന്നത് എന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുക ദൈവത്തിൻ്റെ സ്നേഹം എത്രയാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുക. ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദ ലോർഡ് ടു ഷോ മീ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ടായിരിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞാൻ ശിഷ്യന്മാര് യേശുവിൻ്റെ സഹായമില്ലാതെ മീൻ പിടിക്കാൻ പോയി, എന്നാൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൂടാതെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ബോധ്യം, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിലാക്കുവാനായിട്ടും, ദൈവമേ എപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ഏത് ചെറിയ കാര്യത്തിലും ദൈവം എൻ്റെ കൂടെ ഇല്ല എങ്കിൽ അത് പറ്റുകയില്ല, അത് നടത്താൻ പറ്റുകയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അറിഞ്ഞ സത്യത്തെ തള്ളിക്കളയാതെ വണ്ണം
എപ്പോഴും അതിനായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇത് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഈ 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തില് വേറെ പറഞ്ഞ പോലെ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ ജീവൻ പ്രാപിക്കേണ്ടതിനുമായി ഇവ എഴുതപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്ന ദിവസവും കേൾക്കുന്ന ഈ വചനങ്ങൾ കൂടുതൽ കൂടുതൽ അത് വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ ജീവന് പ്രാപിക്കേണ്ടതിനുമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ബലത്തിൽ ഒരു കാരണവശാലും സ്വന്തം ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതെനിക്കറിയാമല്ലോ, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ഏത് കാര്യത്തിലും ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു കാര്യത്തിലും സ്വന്തം പരിശ്രമങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് എനിക്ക് മതിയായവനാണ്, ഏത് കാര്യത്തിലും ഓരോ കാര്യത്തിലും കർത്താവിൽ ആശ്രയിച്ച് അവന് എന്നെ സഹായിക്കും, അതിന് കർത്താവ് മാത്രം എനിക്ക് മതിയായവനാണെന്നുള്ളത് വിശ്വസിച്ച് ഉറച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആക്ച്വലി ഇന്ന് ഒരു വേഴ്സ് 31 these things have been written so that you may believe that Jesus is the Christ, the Son of God. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ, കാരണം അവര് ശിഷ്യന്മാർ കൂടെ നടന്നിട്ട് പോലും അവർക്ക് ഒരു അൺബിലീഫിലോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പം നമ്മൾ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ അപ്പം നമുക്ക് എത്രമാത്രം അവരെ കാട്ടി നമ്മൾ ഈ കാര്യങ്ങൾ കർത്താവിനെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ലോകത്തിലെ ആൾക്കാർ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരുടെ വായിന്ന് തന്നെ അവിശ്വാസത്തിന്റെ വാക്കുകളാണ് വീഴുന്നത്. അപ്പം നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എപ്പോഴും കർത്താവിൽ നിന്ന് കേൾക്കുന്നവരായിട്ട്, ഇന്ന് കേട്ടതുപോലെ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. രാവിലെ എണീക്കുമ്പോൾ മാത്രമല്ല, ദിവസത്തിന്റെ ഓരോ സമയത്തും കർത്താവുമായിട്ടുള്ള കഴിഞ്ഞ യൂത്ത് മീറ്റിംഗിൽ സുനിൽ പുന്നൻ ബ്രദർ പറഞ്ഞ ഒരു കാര്യം, ഒരു ഫോൺ നമ്മൾ ഫോൺ ഇങ്ങനെ ഇവിടെ ചെവി പിടിച്ചുകൊണ്ട് തന്നെ പല ജോലികളും ചെയ്യത്തില്ലേ, അതുപോലെ കർത്താവുമായിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ അത് കേൾക്കാനായിട്ട് ട്യൂൺ ചെയ്ത് വീണ്ടും വീണ്ടും ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവർ വീഴുന്ന പോലെ പല പല വിശ്വാസത്തിന്റെ കുഴിയിലോട്ടും ചെന്ന് വീഴും. അപ്പം എത്രമാത്രം കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് പോകണമെന്നുള്ള കാര്യം, അത് എനിക്ക് ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ പത്രോസിന്റെ ഫിഷിങ് വീണ്ടും, അതായത് എല്ലാം ഇനി എനിക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള മീൻസ് ഒരു കോൺഫിഡൻസോടെ പോയി, വേറെ ഒന്നും ഇല്ല, ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മളെ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് എത്തിച്ചിട്ടാണ് കർത്താവ് അവിടെ പല ഇതിനു മുമ്പും പലപ്പോഴും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, പക്ഷേ സീറോയിലേക്ക് അവർ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെയാണ് ശരിക്കും കർത്താവിന് അവിടെ അവർക്ക് നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൈബിളിൽ ആദ്യം മുതലേ നമ്മൾ ജെനസിസ് മുതലേ കാണുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ കാണുമല്ലോ, യാക്കോബിന്റെ ആയാലും മോസസിന്റെ ആയാലും അവരുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ദൈവം അവരെ പിടിച്ച് ബ്രേക്ക് ചെയ്ത അതിനുശേഷമാണ് അവര് കർത്താവിനെ മുറുകെ പിടിച്ച് അവർ മുമ്പേ കേട്ടതുപോലെ ഇലക്ട്രിക്കൽ വയർ എവിടേക്ക് കണക്ട് ചെയ്താൽ ആ ഒരു പവർ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ സോളിലുള്ള പവർ അല്ല ദൈവം ആഗ്രഹിക്കുന്ന, മറിച്ച് കർത്താവിലുള്ള പവർ, അതിലൂടെ മറ്റുള്ളവരെ ടച്ച് ചെയ്യാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പം ആ സീറോയിലേക്ക് നമ്മളെ എല്ലാവരും ദൈവം കൊണ്ടുവരും. നമ്മളുടെ ജഡത്തിലൊരു നന്മയില്ല എന്നുള്ള ഒരു കാര്യം അതിലേക്ക് ദൈവം കൊണ്ടുവരും. അതിനുശേഷം മാത്രമേ കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്യത്തുള്ളൂ. നമ്മളുടെ അവിടെ കർത്താവ്, പിശാച് നമ്മളെ കൊണ്ടൊന്നും പിശാച് പല കാര്യങ്ങളിലും നമ്മളെ വരും, അത് ഡിസ്കറേജ്മെന്റ് ആയിരിക്കും. പക്ഷെ കർത്താവ് ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാനായിട്ടല്ല അവിടെ ഇന്ന് കേട്ടതുപോലെ അവിടെ നമ്മളെ വീണ്ടും അവിടുന്ന് പൊക്കിയെടുക്കാനായിട്ടാണ്. ഒരു കുഴിയുണ്ടെങ്കിൽ അവിടുന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ജീവിതം
സേറ്റൻ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നു, ദൈവം നമ്മളെ കൺവിക്ട് ചെയ്യുന്നു. അത് രണ്ടും രണ്ടാണ്. നമ്മൾ പലപ്പോഴും രണ്ടും ഏതാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ പക്ഷേ ഇന്ന് കേട്ടതുപോലെ കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് ഇന്നും എന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് പറയുന്ന പോലെ കർത്താവിന് ഒരു മാറ്റവും ഇല്ല. അന്നും ഇന്നും കർത്താവ് ഒരേപോലെ തന്നെ. ഞാൻ ഏത് കുഴിയിലാണെങ്കിലും കർത്താവ് അവിടെ എൻ്റെ അടുത്ത് വന്ന് കർത്താവ് എന്നെ പൊക്കിയെടുക്കാനായിട്ട് വരും എന്നുള്ള ഒരു വിശ്വാസം. ദൈവത്തിന് സ്തോത്രം.